എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വെക്സ് എന്റർടൈൻമെന്റ് സിനിവേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മൾ നമ്മുടെ ചാനലിനകത്ത് കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്യാനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. നമ്മൾ ഇന്നലെ ചെയ്തതുപോലെയൊക്കെ തന്നെ. ആൻഡ് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് എനിക്ക് വേണ്ടത്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ നല്ലതാണോ, ശോകമാണോ, ക്രിഞ്ചാണെങ്കിൽ ക്രിഞ്ചാണ് എന്നുള്ള നിങ്ങളുടെ ഹോണസ്റ്റ് ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റി എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട്, നമ്മുടെ ചാനലിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ഇനി നമ്മുടെ പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പോലത്തെയുള്ള പിച്ച് മീറ്റിംഗ്, മീം റിവ്യൂസ്, ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ ചാനലിൽ കാണുമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണമെന്ന് എനിക്ക് കുറേ നാളായിട്ട് എനിക്കുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മുടെ ചാനലിനെ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ ചാനലിൽ എന്തെങ്കിലും സീനായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഞാൻ എന്താണെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്തിരിക്കും. സോ ഇൻട്രോ പറഞ്ഞ് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നേരെ നമുക്ക് സിനിവേഴ്സിന്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. സോ ഹിയർ വി ഗോ. സോ ആദ്യം തന്നെ നമുക്ക് നേരെ ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗെയിമിംഗ് ന്യൂസിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഗോസ്റ്റ് ഓഫ് ടുഷിമ എന്ന് പറഞ്ഞ ഗെയിമിന്റെ സീക്വൽ സോണി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ഗോസ്റ്റ് ഓഫ് യോട്ടെ എന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു ഗെയിമിന്റെ പുതിയ സീക്വലിന്റെ പേര്. ആൻഡ് അത് കൂടാതെ തന്നെ ഗോസ്റ്റ് ഓഫ് ടുഷിമ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിന് ശേഷം 300 വർഷം കഴിഞ്ഞാണ് നമുക്ക് ഈ ഒരു ഗെയിം സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ജിൻ സക്കായ് ഫാൻസ്, ജിൻ സക്കായ് ചത്തുപോയിട്ടുണ്ടാവും, ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത്. ആൻഡ് അത് കൂടാതെ തന്നെ അടുത്ത വർഷം പ്ലേ സ്റ്റേഷൻ 5-ലായിരിക്കും ഇത് റിലീസ് ചെയ്യാൻ പോണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 5 ആയിരിക്കും എല്ലാത്തിനും റിലീസ് ചെയ്യും പ്ലേ സ്റ്റേഷൻ, അത് കഴിഞ്ഞിട്ട് PC-യിൽ വരുമായിരിക്കും. സോ അടുത്ത വർഷമാണ് റിലീസ് ചെയ്യാൻ പോണത്. പക്ഷേ ഈ ന്യൂസ് ഏറ്റവും കൂടുതൽ ഇടിവെട്ടായിട്ട് കിട്ടിയിട്ടുള്ള മറ്റാർക്കുമല്ല, യൂബി സോഫ്റ്റിന് തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ യൂബി സോഫ്റ്റ് അസാസിൻ ക്രീഡ് ഷാഡോസ് അവർ ഡിലേ ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പുതിയ റിലീസ് ഡേറ്റ് February 14th ആണ്, വാലന്റൈൻസ് ഡേ. അടുത്ത വർഷത്തേക്ക് അവർ ഗെയിം ഡിലേ ചെയ്തേക്കുക തന്നെയാണ്. അത് യൂബി സോഫ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി അവർ സ്റ്റാർ വാർസ് ഔട്ട്ലോസ് എന്ന് പറഞ്ഞൊരു ഗെയിം അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് വൻ പരാജയം തന്നെയായിരുന്നു, ഏറ്റവും കൂടുതൽ ബോംബിട്ടു. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അവർ സത്യം പറഞ്ഞാൽ ഈ ഒരു റിലീസ് ഷെഡ്യൂൾ അവർ കറൻ്റ്ലി ഡിലേ ചെയ്തതെന്നാണ് നമുക്ക് യൂബി സോഫ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് കൂടാതെ തന്നെ ഇനി മുതലുള്ള എല്ലാ യൂബി സോഫ്റ്റിൻ്റെ ഗെയിംസും സ്റ്റീമിൽ Day 1 നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് യൂബി സോഫ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇപ്പോഴത്തെ ഗെയിമിങ്ങിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ്. സോ ഇനി നമുക്ക് കുറച്ച് സങ്കടകരമായിട്ടുള്ള വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. അതെടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ 90s കിഡ്സിൻ്റെ എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരുന്നു ഹാരി പോട്ടർ ഫ്രാഞ്ചൈസ്. ആൻഡ് ഹാരി പോട്ടർ ഫ്രാഞ്ചൈസിലെ ആ അമ്മുമ്മ മരിച്ചുപോയി എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മാഗി സ്മിത്തിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത്. യെസ്, നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഐക്കോണിക് ആയിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ക്യാരക്ടറിനെ ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയത് തന്നെയായിരുന്നു, അത് മറ്റാരുമല്ല, ജെയിംസ് ഏൾ ജോൺസ്. നമ്മുടെ ഐക്കോണിക് ഡാർത്ത് വേർഡറും ഈ അടുത്തിടയിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ജെനുവിൻലി എനിക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടമുണ്ട്. കാരണം അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഐക്കോണിക് തന്നെയായിരുന്നു. നമ്മൾ ചെറുപ്പത്തിലെ സ്റ്റാർ വാർസ് കാണുവാണെങ്കിലും അത് കൂടാതെ ഹാരി പോട്ടർ കാണുവാണെങ്കിലും ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എത്ര കിഡിലനായിട്ടുള്ള പെർഫോമൻസ് ആണ് അവർ സ്ക്രീനിൽ കാഴ്ചവെച്ചേക്കുന്നത്. സോ എന്താണെങ്കിലും ഭയങ്കര വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് അടുത്തൊരു ന്യൂസ് നമുക്ക് ജെറാഡ് ഹാരിസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളത്. പുള്ളിക്കാരൻ മോർബിയസിലെ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് മോർബിയസിന്റെ ഏറ്റവും വലിയ രഹസ്യം നമുക്ക് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ മോർബിംഗ് ടൈമിന് ഡേറ്റ് കൊടുത്തത് എന്നുള്ളൊരു ക്വസ്റ്റിന് പുള്ളിക്കാരൻ ആൻസർ തന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സിനിമ അഭിനയിക്കണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മോർട്ടേജ് ലോൺ പെൻഡിങ് ആയിരുന്നു, അത് അടയ്ക്കാൻ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു. ആ ഒരു ഒറ്റൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ മോർബിയസ് സിനിമയിൽ ഡേറ്റ് കൊടുത്തത്, ഞാൻ ഇതിനകത്ത് ആക്ട് ചെയ്തതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നമുക്ക് എന്താ പറയണ്ട, ആ ഒരു കാര്യം നമുക്ക് സത്യം പറഞ്ഞാൽ പാവം പുള്ളിക്കാരൻ ലോൺ അടയ്ക്കാൻ കാശില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ദുരന്തത്തിനകത്ത് പുള്ളിക്കാരൻ ഡേറ്റ് കൊടുത്ത് അഭിനയിച്ചത്. സ്വാഭാവികം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് അതെടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ DC-ക്കകത്ത് കുറേ പുതിയ അപ്ഡേറ്റ്സ് സംഭവിക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്തും തന്നെ നമുക്കിത് ലഭിച്ചിട്ടുള്ള DC-യുടെ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ബാറ്റ്മാൻ്റെ റോ ഗാലറിയിലുള്ള മെയിൻ വില്ലൻസ് ആയിട്ടുള്ള ബെയിനും
അതുകൂടാതെ തന്നെ ഡെഡ് സ്ട്രോക്കും. ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ ലൈവ് ആക്ഷൻ സിനിമ ചെയ്യാൻ DC ഇപ്പോൾ കറൻ്റ്ലി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം ജെയിംസ് ഗണ്ണിൻ്റെ ഈ ഒരു പുതിയ വേർഷൻ ഓഫ് DC യൂണിവേഴ്സിനകത്ത് കുറേയും കൂടി വെറൈറ്റി കാര്യങ്ങൾ ചെയ്യാനാണ് ജെയിംസ് ഗൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് എന്താണ് ഈ ഡെഡ് സ്ട്രോക്കിൻ്റെയും അതുകൂടാതെ തന്നെ ബെയിൻ്റെയും ഈ ഒരു ഇൻഡിവിജ്വൽ സോളോ ഫിലിം നമുക്കിപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് തന്നെ. ഇതിനെക്കുറിച്ച് വേറെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. യെസ്, നമുക്ക് വീണ്ടും നമ്മുടെ സിഡ്നി സ്വീനിയും പുള്ളിക്കാരിയുടെ ഒൺലി ഫാൻസിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സിഡ്നി സ്വീനിയുടെ അച്ഛൻ്റെ ഭാഗത്തും തന്നെയാണ്. കാരണം റീസെൻ്റ്ലി പുള്ളിക്കാരൻ സിഡ്നി സ്വീനി അഭിനയിച്ചിട്ടുള്ള ഒരു അഡൾട്ട് സിനിമ കാണാൻ സാഹചര്യമുണ്ടായി. പുള്ളിക്കാരൻ അത് ഭയങ്കര മെൻ്റൽ ബ്രേക്ക് ഡൗൺ കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പുള്ളിക്കാരൻ TV ഒക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നുള്ളൊരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് ശരി തന്നെയാണ്. റീസെൻ്റ്ലി സണ്ണി ലിയോണും ഇതേപോലത്തെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ചെയ്തു പോയ കാര്യത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ വളർന്ന് വലുതാകുമ്പോഴത്തേ അവരും ഇതെല്ലാം കാണില്ല എന്ന് വെച്ചാൽ യെസ്, അവർ കാണും. കാരണം അതാണ് പറഞ്ഞത്, കർമ്മ ഈസ് എ ബിച്ച്. സോ നമ്മൾ എന്തൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാലും അതിനുള്ള ഒരു കർമ്മ നമുക്ക് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. സോ സിഡ്നി സ്വീനിയുടെ കാര്യത്തിലും എനിക്ക് ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഞാൻ ഒബ്സസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടൊന്നുമല്ല, ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും സിഡ്നി സ്വീനിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഒൺലി ഫാൻസും കൂടി അതിനകത്ത് ചേർത്ത് പറയുന്നത്. കുറച്ച് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുള്ള ആൻസറാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇനി നമുക്ക് നേരെ ജോൺ വിക്കിൻ്റെ പുതിയ സ്പിൻ ഓഫ് സിനിമയായിട്ടുള്ള ബാലറീനയുടെ ഒരു ഒഫീഷ്യൽ ടീസർ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ഇതിനകത്തുള്ള മെയിൻ കാസ്റ്റിലേക്ക് നമുക്ക് നോക്കിയാൽ ആന ഡി അർമാസിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ആക്ച്വലി ബാലറീന സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നിങ്ങൾക്ക് ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി എങ്ങാനും നമ്മുടെ ജോൺ അണ്ണൻ എങ്ങാനും ഇതിനകത്ത് പുള്ളിക്കാരൻ മരിച്ചു, അതുകൊണ്ട് തിരിച്ചു വരാനൊന്നും പോകണമെന്നില്ല. പക്ഷേ ഇനി അടുത്ത ജോൺ വിക്ക് മുമ്പ് അണ്ണൻ തിരിച്ചു വരുന്നത് തന്നെയായിരിക്കും. കാരണം ചാഡ് സഡസ്കി അതിന് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ബ്രേക്കിലാണെന്നാണ് ചാഡ് സഡസ്കി പറഞ്ഞിട്ടുള്ളത് തന്നെ. സോ ബാലറീന നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു സ്പിൻ ഓഫ് ഫിലിം നിങ്ങൾക്ക് ടീസർ, ഈ ഒരു ഫിലിമിൻ്റെ ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ വീഡിയോ ഗെയിമിന്റെ കിഡിലൻ അഡാപ്റ്റേഷൻ ആയിട്ടുള്ള ലാസ്റ്റ് ഓഫ് അസിന്റെ സീസൺ 2 ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് റീസെന്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് നിങ്ങൾ ആക്ച്വലി സൈഡ് ബൈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ഗെയിമിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സീൻസ് ഏകദേശം അതേ സാധനങ്ങൾ കാർബൺ കോപ്പി ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം സീസൺ 1 അവർ ഏകദേശം കാർബൺ കോപ്പി, എൻ്റെ പൊന്ന് എന്തൊരു വലിയ ഞാൻ പറയുന്നത്, ഏകദേശം അവർ കാർബൺ കോപ്പി ആയിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് തന്നെയായിരുന്നു ആ ഒരു സീസൺ 1 ഇത്രയും കിഡിലനായിട്ട് ചെയ്യാൻ അവരെ സഹായിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ. സോ ഏകദേശം സീസൺ 2 നമുക്ക് സത്യം പറഞ്ഞാൽ ഏകദേശം ആ ഒരു കാർബൺ കോപ്പി തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലറിൽ കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കുക, ആബിയും പുള്ളിക്കാരിയുടെ ഗോൾഫ് കളിക്കുന്ന ആ ഒരു ബാറ്റും എന്ത് ചെയ്യും, അതാണ് എനിക്ക് കാണേണ്ടത്. അത് മിക്കവാറും സംഭവിക്കും. ജോലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാൻ തന്നെയാണ്. നിങ്ങൾ ആക്ച്വലി ലാസ്റ്റ് ഓഫ് അസിൻ്റെ സീസൺ 2 വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളൊരു സംഭവം തന്നെ. ആൻഡ് ഡെഡ്പൂൾ ആൻഡ് വുൾവറിനെ നമുക്ക് ഒഫീഷ്യലായിട്ട് സ്ട്രീമിങ്ങിലും അതുകൂടാതെ OTTയിലും വരാൻ പോവുക തന്നെയാണ്. ഒക്ടോബർ 1 മുതൽ നമുക്കിത് അവൈലബിൾ തന്നെയായിരിക്കും. ആൻഡ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം ഒന്നും കൂടി എനിക്ക് റീവാച്ച് ചെയ്യണമെന്നുണ്ട് ഈ ഒരു സിനിമ. കാരണം കിഡിലനായിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. അത് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട, ഈ ആഴ്ച നമുക്ക് വേറെ കുറേ കിഡിലൻ വലിയ സിനിമകൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ടത് തന്നെയാണ് DC എൽസ്വേർഡ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ജോക്കറിൻ്റെ 2ാമത്തെ പാർട്ട്. ലേഡി ഗാഗയും വാക്കിൻ ഫിനിക്സും ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ഒക്ടോബർ 2 ആയിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ ഈ ഒരു സിനിമ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ ഇനി നമുക്ക് ചെറിയ കുറച്ച് അപ്ഡേറ്റ്സും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ട്രാൻസ്ഫോമേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ആ ഒരു ആനിമേറ്റഡ് സിനിമ തന്നെയാണ്. അടുത്തിടെ നമുക്ക് ട്രാൻസ്ഫോമേഴ്സിൻ്റെ സീരീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു കിഡിലൻ സിനിമയാണെന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് ഭൂരിഭാഗം എല്ലാവരുടെയും ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ മിസ് ചെയ്തായിരുന്നു. OTT ഇറങ്ങുമ്പോൾ കാണാമെന്നാണ് ഞാനിപ്പോൾ എന്താണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും റോബോകോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു? പണ്ട് നമ്മുടെ ടെർമിനേറ്ററിൻ്റെ കൂടെ തന്നെ കട്ടക്ക് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഫ്രാഞ്ചൈസ് തന്നെയായിരുന്നു റോബോകോപ്പ്. ആൻഡ് റോബോകോപ്പിൻ്റെ കറൻ്റ്ലി അതിൻ്റെ റൈറ്റ്സ് എല്ലാം, അതായത് MGM സ്റ്റുഡിയോസ് ആമസോൺ വാങ്ങിയത് കൊണ്ട് തന്നെ ആമസോണിൻ്റെ കയ്യിലാണ് അതിൻ്റെ റൈറ്റ്സ് ഒക്കെ ഉള്ളത്.
ആൻഡ് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റോബോ കോപ്പിൻ്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിൽ അടുത്ത് തന്നെ ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഡിസ്കഷനൊക്കെ ഓൺ ഗോയിങ് തന്നെയാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സീരീസ് ആകട്ടെ, ഇറങ്ങുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലുള്ള സിനിവേഴ്സിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഈ ആഴ്ചയിലുള്ള നമ്മുടെ മൂവി റെക്കമെൻഡേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആഴ്ചയിലുള്ള മൂവി റെക്കമെൻഡേഷൻ ലഭിക്കുന്നത് തന്നെയായിരിക്കും. സോ എല്ലാവരും ഒരു കിടിലനായിട്ടുള്ളൊരു വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പരിഗണിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.